നമ്മൾ ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ബേസിക്കലി ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോള് ഇതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മരുന്നുകൾ കൂടുതൽ കഴിക്കുന്നത്. ഇതെല്ലാം മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് അതിനെ പറയുന്നത്. അപ്പം അതുപോലെ ഒബേസിറ്റി, മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഒരു പാർട്ടാണ് ഒബേസിറ്റി. നമ്മുടെ ബോഡിയിൽ കൂടുതൽ കൊഴുപ്പടിഞ്ഞ് നമ്മുടെ വെയിറ്റ് കൂടുന്നു. ഓവർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ബോഡിയിൽ കൂടുതൽ കൊഴുപ്പടിഞ്ഞിരിക്കുന്നു. യൂഷ്വലി ഓവർ വെയിറ്റ് ഉള്ളവരുടെ മസിലും കുറവായിരിക്കും. അവർ ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് മസിലും കുറഞ്ഞു പോകും. അപ്പം ഇങ്ങനെയുള്ളവരിൽ നമ്മൾ ലിവർ അസുഖം വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലായിരിക്കും. പിന്നെ ഈ അസുഖങ്ങൾ, പിന്നെ ഹാർട്ട് ഡിസീസ്, ഹാർട്ടിൽ ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്കാണല്ലോ, കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്, ഡിസ്ലൈപ്പിഡീമിയ അതുള്ളവർക്ക് രക്തക്കുഴലിൽ കൊഴുപ്പടി. ഈ ലിവർ കൊഴുപ്പടിയുന്നതും രക്തക്കുഴലിൽ കൊഴുപ്പടിയുന്നതും പാരലല്ല. അല്ലാതെ അത് രണ്ടും ലിവറിൽ കൊഴുപ്പടിയാൻ തുടങ്ങിയ രക്തക്കുഴലിലുണ്ട്. രക്തക്കുഴലിൽ കൊഴുപ്പടിഞ്ഞ് ഹാർട്ട് അറ്റാക്ക് വന്നോ അല്ലെങ്കിൽ ബ്ലോക്ക് വന്നോ സ്റ്റെന്റ് ഇടുന്നവർക്കൊക്കെ ഫാറ്റി ലിവർ ഉണ്ടാവും. നമ്മൾ നമുക്ക് കാണാവുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളവരിലും ലിവറിന് പ്രോബ്ലം ഉണ്ടാവും. പിന്നെ ഉള്ളത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്കിന്നിന് പ്രോബ്ലം, അതുപോലെ കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവർ, കിഡ്നിക്ക് പ്രത്യേകിച്ച് IgA നെഫ്രോപ്പതി, അങ്ങനെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉള്ള പലതരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ട്. അപ്പോൾ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വന്നു കഴിഞ്ഞാൽ മറ്റു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നമ്മോട് വരാം. അപ്പം ലിവറിനെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. അത് തന്നെ ഫാസ്റ്റ് പ്രോഗ്രസിങ് ആയിട്ടുള്ളതുകൊണ്ട് സ്ലോ പ്രോഗ്രസിങ് ആയിട്ടുള്ളതുണ്ട്. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസും പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ കൊളഞ്ചൈറ്റിസ്, അതായത് നമ്മുടെ ബൈൽ ഉണ്ടാക്കുമല്ലോ, നമ്മുടെ ലിവർ ഉണ്ടാക്കുന്നതാണ് ഒരു ഡൈജസ്റ്റീവ് ഫ്ലൂയിഡാണ് ബൈൽ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഗോൾ ബ്ലാഡറിനകത്ത് സംഭരിച്ചു വയ്ക്കുന്നത്. ഈ ഗോൾ ബ്ലാഡറിനകത്ത് സംഭരിച്ചു വയ്ക്കുന്ന ഈ ലിവറിന് പ്രോബ്ലം വരുമ്പോൾ ഈ ബൈലിൻ്റെ അതിൻ്റെ നേച്ചർ തന്നെ, അതിൻ്റെ ഘടകങ്ങളൊക്കെ വ്യത്യാസം വരുമ്പം അങ്ങനെയാണ് ഈ ഗോൾ ബ്ലാഡറിൽ സ്റ്റോണും അവിടെ പോളിപ്പും അതുപോലെ പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ക്യാൻസറിലേക്കൊക്കെ ഗോൾ ബ്ലാഡർ പോകുന്നതും ഈ ഒരു പ്രോബ്ലം കൊണ്ടാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രോബ്ലം ലിവറിനും കൂടെ ഉണ്ട്. ലിവർ ഉണ്ടാക്കുന്ന സാധനം കറക്റ്റ് ആകാതെ വരുന്ന ലിവറിൻ്റെ ഫംഗ്ഷൻ തെറ്റുന്നതുകൊണ്ടാണ്.